ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ പലഹാരമായിട്ടോ കാണിക്കുന്നത്. ചായക്കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ബോണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം 200 ഗ്രാമൊക്കെ ഉണ്ടാവും. അതിൽക്കിനി നമ്മൾ ശർക്കര എടുത്തിട്ടുള്ള അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. നൂൽപ്പരുവൊന്നും ആവണ്ട, ജസ്റ്റ് തിളച്ച് നന്നായിട്ടൊന്ന് ഉരുകി വന്നാൽ മാത്രം മതി. അപ്പോൾ ശർക്കര എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കരിപ്പട്ടിയാണ് കേട്ടോ. അതാണ് നല്ലൊരു ഡാർക്ക് കളർ വന്നിട്ടുള്ളത്. കരിപ്പട്ടിനെ വേണമെന്നില്ല, സാധാരണ ശർക്കര എടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അതിൽ വല്ല കല്ലോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്കത് മൈദ വെച്ചിട്ടും ചെയ്യാം. മൈദ വെച്ചിട്ടുള്ള 1-2 റെസിപ്പികൾ നമ്മൾ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ബോണ്ട വറുത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റവയ്ക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ റവയും അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെറും ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണെങ്കിലും ചൂടോട് കൂടിയിട്ടാകുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഉണ്ടാവും. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് മധുരമുള്ള പലഹാരമാണല്ലോ, അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ആ മധുരം ഒന്ന് ബാലൻസ് ആവുന്ന രീതിയിൽ ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോഴാണ് അത് വറുത്തെടുക്കുമ്പോൾ നന്നായി പൊങ്ങി നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. എന്നിട്ട് ആദ്യം അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ബോണ്ടയുടെ മാവിന് പരിവ് അറിയുണ്ടാവുമല്ലോ, ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ സാധാരണ സ്വീറ്റ് ബോണ്ടയിൽ പഴം ചേർക്കാറുണ്ട്, ചെറുപഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ ചേർക്കാറുണ്ട്. പഴം ചേർത്തിട്ടുള്ള 1-2 റെസിപ്പികൾ നമ്മൾ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ മതിയാവില്ല. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. കുഴക്കുന്ന സമയത്ത് അതൊരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബോണ്ട കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നാളികേരക്കൊത്തോ അല്ലെങ്കിൽ നാളികേരം ചിരകിയിട്ട് അങ്ങനെ ചേർത്താലും മതി. പിന്നെ ബോണ്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം എന്ന് പറയുമ്പോൾ നല്ല ജീരകം. അതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കാം. ഏലക്കയും പഞ്ചസാരയും ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മാവ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു രീതിയിൽ വീഴണം. അതിന് ശേഷം പിന്നെ നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതായത് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം ബോണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ വേണമെങ്കിൽ ഈ മാവ് റെഡിയാക്കി വെക്കാം. ഒരു 2 മുതൽ 4-5 മണിക്കൂർ വരെയൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3-3.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമുക്കത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് മുങ്ങിക്കിടക്കാവുന്ന പരുവത്തിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടണം നിർബന്ധമില്ല, കുറേശ്ശെ മാവ് അങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുത്താലും മതി. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പുറം ഭാഗമൊക്കെ കരിഞ്ഞിട്ട് ഉള്ളങ്ങനെ വേവാതെയാവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. നമ്മുടെ കയ്യിലുള്ള പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3-4 ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. എല്ലാം അതുപോലെ മേലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഇതുപോലെ അത്യാവശ്യം നല്ലൊരു കളറായി കഴിയുമ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എണ്ണയിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ പിന്നെ എണ്ണ കുടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ അത്രയും മാവ് വെച്ചിട്ട് നമുക്കൊരു 8-9 വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ബോണ്ട നമുക്ക് നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ കരിപ്പട്ടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് വന്നിട്ടുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ പിന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ബോണ്ട ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്